നല്ലൊരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അതാണ് മുഖത്ത് ഈ മ്ലാനത കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചായക്ക് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കണ്ടേന്ന് നോക്കിയപ്പം കണ്ടത് മൈദയും പഴമാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഏലാഞ്ചി ഉണ്ടാക്കാം. നിങ്ങൾ വീട്ടിലിങ്ങനെ ഏലാഞ്ചി ഉണ്ടാക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കണ്ടിട്ട് വേഗം ഉണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ മൈദ എടുത്തിട്ട് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം പോയി തേങ്ങ തരകണം. അങ്ങനെ എടാ നാക്കുളുക്കി തേങ്ങ ചിരകണം എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ തേങ്ങയൊക്കെ ചിരകി വന്നിട്ട് അതിലേക്ക് പഴമൊക്കെ മുറിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കായ അല്ലേ അതും കൂടെ കുത്തിയിടുന്നുണ്ട്. ഇന്ന് എൻ്റെ നാക്കിന് എന്തോ കുഴപ്പമുണ്ട്, ഫുള്ള് അബദ്ധത്തിലാണ് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഒരു നുള്ള ബാലൻസിന് വേണ്ടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കും കേട്ടോ. ഇനി നമുക്ക് വേഗം തന്നെ ദോശ പോലത്തെ സംഭവം ഉണ്ടാക്കണ്ടേ. ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലോണം നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് പുരട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ മൈദേൻ്റെ ബാറ്ററില്ലേ അത് അങ്ങോട്ട് ഒഴിച്ചിട്ട് ദോശയ്ക്ക് പരത്തും പോലെ പരത്തി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞ കളറുള്ള അടിപൊളി മൈദ ദോശ ഇവിടെ സെറ്റാവും കേട്ടോ. അങ്ങനെ എല്ലാ ദോശകളും കൂടെ നമുക്ക് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് പരത്തി ചുട്ടെടുത്ത് വെക്കണം കേട്ടോ. ഇനി സിമ്പിളാണ്, കാരണം തേങ്ങയൊക്കെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചതുകൊണ്ട് ഈ ദോശ ചുടുന്ന ഒരു പണിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ദോശകളൊക്കെ ഞാൻ വരിവരിക്കും നിരനിരക്കും ചുട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം, അതാണ് ടാസ്ക് കേട്ടോ. അത്രയ്ക്ക് വലിയ ടാസ്ക് ഒന്നുമില്ല, ഇത്രയും ചെയ്യാമെങ്കിൽ ഇതിനൊരു ടാസ്ക് ആണോ അല്ലേ ഗൈസ്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ വേറൊരു ടൈപ്പ് പരത്തി നോക്കിയപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, നമ്മുടെ ഏലാഞ്ചീൻ്റെ രൂപം ഇങ്ങനെ തന്നെയല്ലേ എപ്പോഴും ഉണ്ടാവുക, അത് നമ്മൾ മാറ്റം വരുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് ഏലാഞ്ചിൻ്റെ രൂപത്തിൽ തന്നെ അതിനെ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഏലാഞ്ചി പരത്തിലൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ കഴിക്കാൻ പോവാണ്. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. ബൈ.